ഹലോ ഗൈസ്, അപ്പം നിങ്ങൾ വിചാരിക്കും എന്നെ ഈ വിളിച്ചുണർത്തുന്നത് ഉച്ചയ്ക്കോ അല്ലെ രാവിലെയോ ആണ്. അല്ല ഗൈസ്, ഇത് പാതിരാത്രി എനിക്ക് തോന്നുന്നു ഒരു 11:45 12 മണിയായിട്ടുണ്ടാവും കേട്ടോ. എഴുന്നേറ്റിട്ട് എന്നോട് പറയാം എനിക്ക് ചായ വേണമെന്ന് ഉണ്ടാക്കി തരുമോ. നമ്മളെന്ത് പറയാനാ പാവം. ഞാൻ എഴുന്നേറ്റ് സമയം നോക്കുമ്പോൾ 11:59 12 മണിയായിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഭർത്താവായിപ്പോയില്ലേ. അങ്ങനെ ഗ്യാസൊക്കെ കത്തിച്ചു. അപ്പോഴാണ് പറയുന്നത് എനിക്ക് കട്ടൻ ചായ വേണ്ട, പാൽ ചായ മതി, ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ സ്പെഷ്യൽ ചായ. ഞാനെന്ത് പറയാനാ ഗൈസ്, അതെങ്കിലും അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചത് എനിക്കും കൂടി എടുക്കാൻ ചായ ആണ് കേട്ടോ. അപ്പം ചായയൊക്കെ അങ്ങനെ തിളച്ച് പൊടിയൊക്കെ ഇട്ടു കേട്ടോ. അപ്പം കുറച്ച് കടുപ്പത്തിൽ തന്നെ ഇതാക്കാമെന്ന് വിചാരിച്ച് 2 സ്പൂൺ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കടിയായിട്ട് ബിസ്ക്കറ്റും ഉണ്ണിയപ്പവും കേക്കൊക്കെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അങ്ങനെ റൂമിൽ പോയി ഒച്ചയൊന്നും ഉണ്ടാക്കാതെ കേട്ടോ. അമ്മയും അച്ഛനൊക്കെ അപ്പുറത്തുനിന്ന് ഉറങ്ങുന്നുണ്ട്. പുള്ളിക്കാരനൊന്നും അറിയില്ല ഞാൻ നല്ലൊരു ഭാഗത്തിലാട്ടോ ചായയൊക്കെ കുടിക്കുന്നതും. പാതിരാത്രിയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ടിട്ട് ഇത് ഇന്നുള്ള ശീലമൊന്നുമല്ല, ആദ്യമുള്ള ശീലമാണ് കേട്ടോ ഈ ഒരിത്. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ.